മെസ്സേജ് വന്നിരിക്കുന്നു. യുഡിഎഫിന്റെ ലീഡ് 72 ബാക്കി എല്ലായിടത്തും. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. കൃത്യമായ കണക്കുകൾ കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ റിപ്പോർട്ടർമാർ തരുന്ന കണക്കുകൾ മാത്രമാണ്. നോ തൂക്കിയിടി, നോ പൊക്കിയിടി. സ്വാഭാവികം. കോങ്ങാട് LDF-ന്റെ ലീഡ് 23. കോങ്ങാട് കനത്ത മത്സരമായിരുന്നു. കോങ്ങാട് LDF 23 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പക്ഷേ അത് പോരാ. കോങ്ങാടൊക്കെ ഈ സമയം കഴിയുമ്പോൾ 100 കടക്കേണ്ടതാണ്. യുഡിഎഫ് ലീഡ് 13. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ലീഡ് 50 കടക്കേണ്ടതാണ്. ഇപ്പോൾ 25 കടന്നിട്ടുള്ളൂ. ലീഡ് 25 വോട്ടുകൾക്ക്. കഴിഞ്ഞ സമയത്തേക്കാൾ ഈ സമയത്ത് പേരാമ്പ്രയിൽ ഒരു നേരിയ വലിവ് കാണുന്നുണ്ട്. പക്ഷേ അത് LDF-ന് അനുകൂലമാണെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തിന്റെ അത്ര എത്തിയിട്ടില്ല. പേരാമ്പ്രയിൽ മങ്കട വീണ്ടും യുഡിഎഫിന്റെ കുതിപ്പാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുവരെ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് 62 ഇടങ്ങളിൽ യുഡിഎഫും LDF-ഉം, 3 എൻഡിഎയും, 18 മണ്ഡലങ്ങളിലെ സൂചനയാണ്. 118 മണ്ഡലങ്ങളുടെ പോസ്റ്റൽ ബാലറ്റിന്റെ ഫലസൂചനകൾ വരുമ്പോൾ NDA 3 കാസർഗോഡ്, പാലക്കാട്, മഞ്ചേശ്വരം. നിയമമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും ലീഡ് ഉയർത്തുകയാണ്. മങ്കടയിൽ വീണ്ടും തൃത്താലയിൽ ബൽറാം തൃത്താലയിൽ തുടക്കം മുതൽ അവിടെ പുതുമയിൽ CH കുഞ്ഞമ്പു. CPM-ന്റെ കോട്ടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. കുഞ്ഞമ്പു വല്യമ്പുവാവുന്നു. 82 വോട്ടുകൾ നോക്കൂ. തൃത്താലയിൽ 54 വോട്ടിന് തൃത്താലയിൽ UDF ലീഡ് എടുത്തു പോവുകയാണ്. പോസ്റ്റൽ ബാലറ്റിൽ തന്നെ LDF-ന് ലീഡ് ഉണ്ടെങ്കിൽ പോലും തൊട്ടു പിന്നാലെ UDF ഉണ്ട് എന്നുള്ളത് മത്സരം കടുക്കുന്നു എന്നത് ഷിബു 120 മൂന്നിടങ്ങളിൽ 4 UDF. ജ്യോതി ഹരിതാകപ്പള്ളിയിൽ മഹേഷ് ലീഡ് 250 ആക്കിയിരിക്കുന്നു. പോസ്റ്റൽ ബാലറ്റിൽ ചവറയിൽ UDF, കുന്നത്തൂരിൽ UDF, കൊട്ടാരക്കരയിൽ LDF, കടയമംഗലത്ത് LDF, കൊല്ലത്ത് UDF, ഇരവിപുരത്ത് LDF, ചാത്തന്നൂർ LDF. ദാ നോക്കൂ, LDF-ന്റെ കയ്യിലുണ്ടായിരുന്ന കൊല്ലം മണ്ഡലത്തിലും LDF-ന്റെ കയ്യിലുണ്ടായിരുന്ന ചവറ മണ്ഡലത്തിലും LDF-ന്റെ കയ്യിലുണ്ടായിരുന്ന കുന്നത്തൂർ മണ്ഡലത്തിലും LDF-ന്റെ കയ്യിലുണ്ടായിരുന്ന പത്തനാപുരം മണ്ഡലത്തിലും പത്തനാപുരത്ത് ജ്യോതി തെളിയുന്നു. ഗണേശന്റെ അനുഗ്രഹം ഉണ്ടാവുമോ പത്തനാപുരത്ത്? കാത്തിരുന്ന് കാണാം. പത്തനാപുരത്ത് തുടക്കം മുതൽ അല്ല, കുറച്ചു നേരം ഗണേശ് ഉണ്ടായിരുന്നു. പിന്നീട് ജ്യോതികുമാർ ചമ്പക്കാല ലീഡ്. ചെറിയ ജ്യോതിയാണ്. പക്ഷെ പോസ്റ്റൽ ബാലറ്റാണ്. പോസ്റ്റൽ ബാലറ്റ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രേക്ഷകരെ നടക്കുന്നത്. പോസ്റ്റൽ ബാലറ്റ് സർവീസ് വോട്ടുകളാണ്. ഇടത് തേരോട്ടാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമ്പലപ്പുഴയിൽ EVM തുടങ്ങിയിട്ട് കളി മാറുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പിക്ചർ അഭി ബാക്കി ഹേ. കൊച്ചിയിൽ ലീഡ് ഉയർത്തി KJ മാക്സി കൊച്ചിയിൽ ലീഡ് ഉയർത്തുന്നു. 48 വോട്ടുകൾക്ക് ലീഡ് ചെയ്യണം. താനൂരിൽ PK നവാസും ലീഡ് ഉയർത്തുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അമ്പലപ്പുഴയിൽ EVM കൗണ്ടിംഗ് തുടങ്ങുന്നു. H സലാം 125 ആയിട്ട് ലീഡ് ഉയർത്തുന്നു. ഉടുമ്പൻചോലയിൽ UDF-ന്റെ സേനാപതി വേണു 41 വോട്ടിന് മുന്നിൽ. 41 വോട്ടുകൾക്ക് മുന്നിൽ. ജയചന്ദ്രൻ പിന്നിൽ. കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ 48 വോട്ടിൽ ലീഡ്. പെരുമ്പാവൂരിൽ UDF ലീഡ് 30 ആയിട്ട് ഉയർത്തുന്നു. തിരൂരിൽ കുർക്കോളി മൊയ്തീൻ മുന്നിലാണ്. ചടയമംഗലത്ത് ചിഞ്ചുറാണി മുന്നേറുന്നു. അതായത് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ LDF-നോടൊപ്പവും UDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾക്ക് പുറമെ 13 മണ്ഡലങ്ങളിൽ UDF-ഉം പോസ്റ്റൽ ബാലറ്റിൽ ആധിപത്യം നേടുന്ന കാഴ്ച. തൃശ്ശൂരിൽ UDF രാജംപല്ലൽ 35 വോട്ടിൽ ലീഡ്. ഒല്ലൂരിൽ K രാജൻ 42 വോട്ടിന് ലീഡ്. ചാലക്കുടിയിൽ UDF 60. പലയിടങ്ങളിലും ഇപ്പോൾ വോട്ടിംഗ് യന്ത്രത്തിൽ നിന്നുള്ള വോട്ടുകൾ എണ്ണി തുടങ്ങി.